ഹലോ, പ്രജിയാണ്. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. ചില ദിവസങ്ങളിലെ നമ്മൾ വിചാരിക്കും ഇന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും ഉച്ചയ്ക്കല്ലേ. അങ്ങനെ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെക്കുമ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ സാമ്പാർ പരിപ്പില്ല, അതായത് നമ്മുടെ തോരൻ പരിപ്പില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പരിപാടി അങ്ങ് അവിടെ വെച്ച് ഫ്ലോപ്പ് ചെയ്യും. അതെല്ലാം കൂടി നമ്മളൊരു ബോക്സിലാക്കി നേരെ ഫ്രിഡ്ജിനകത്ത് കയറ്റി വയ്ക്കും അല്ലേ. അപ്പോൾ അന്നത്തെ നമ്മുടെ സാമ്പാർ പരിപാടി അവിടെ നിന്നു. പിറ്റേ ദിവസം നമ്മളിതൊക്കെ ഓർത്ത് പിന്നെ പരിപ്പൊക്കെ വാങ്ങി പിന്നെ കുറേ സമയമൊക്കെ എടുത്ത് പിറ്റേ ദിവസം നടക്കണമെന്നില്ല. പരിപ്പ് വാങ്ങിയാലേ നമുക്ക് ഈ ഒരു പരിപാടി പിന്നെ നടക്കത്തുള്ളൂ അല്ലേ. എന്നാൽ ഞാനേ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് തോരൻ പരിപ്പൊന്നും വേണമെന്നൊന്നുമില്ല. അടിപൊളിയായിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കുന്ന മാർഗം പറഞ്ഞു തരട്ടെ ഞാൻ. അടിപൊളി ടിപ്പാണ്, അതുപോലെ സൂപ്പർ ടേസ്റ്റുമാണ്. എന്താണ് ഐറ്റം എന്നല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ മലയാളികളുടെ വീട്ടിലൊക്കെ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്ന ഒരാളാണ്. ആരാന്നാണ്? തേങ്ങ. അപ്പോൾ ഇന്ന് നമുക്ക് തേങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും തേങ്ങ വെച്ച് എങ്ങനെ സാമ്പാർ ഉണ്ടാകും അല്ലേ. നല്ല വറുത്തരച്ച സാമ്പാർ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് സംഭവം. അതിൽ നമുക്ക് തോരൻ പരിപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. തോരൻ പരിപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന അതേ ടേസ്റ്റുമാണ്. അതുപോലെ ആ ഗ്രേവി ഉണ്ടല്ലോ, നമ്മുടെ സാമ്പാർ ഉണ്ടല്ലോ, നല്ല തിക്കായിട്ട് ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കിയാലോ. സാമ്പാർ കഷ്ണങ്ങളാണ് ഞാൻ ഓൾറെഡി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 8 to 10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഭയങ്കര ടേസ്റ്റ് തരും നമ്മുടെ സാമ്പാറിന്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. വേവിക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങളിപ്പം അടുപ്പിലൊക്കെ വെച്ചിട്ട് വേവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിക്കാം. ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ബീട്രൂട്ട്, പാവയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാച്ചുറലായിട്ടുള്ള നല്ല രീതിയിലുള്ള സാമ്പാർ കിട്ടും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഞാൻ ഈ പച്ചക്കറിയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അതായപ്പോൾ ഒരു 2 ഗ്ലാസോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഞാൻ സ്പീഡിൽ ഒരു 2 വിസിലാണ് കുക്കറിന് കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് വേണം വിസിൽ കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ചിരകിയ തേങ്ങ, അരമുറി ചിരകിയ തേങ്ങയാണ്. കുറച്ച് മല്ലിയില കേട്ടോ, നമുക്ക് ലാസ്റ്റിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 3 to 4 ചെറിയുള്ളി ഒന്ന് മാറ്റി വയ്ക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇനി നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, നന്നായിട്ട് ഇത് വറുത്തെടുക്കണം കേട്ടോ. നല്ല രീതിക്ക് തന്നെ ബ്രൗൺ കളറാകുന്നത് തന്നെ ഇത് വറുത്തെടുക്കുക. തേങ്ങയിൽ നിന്ന് നല്ല രസമുള്ളൊരു മണം ഇങ്ങനെ പൊങ്ങി വരും നമ്മളിതിങ്ങനെ വറുത്ത് വരുമ്പോഴേക്ക്. നമ്മുടെ തേങ്ങ ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ചെറിയ ഒരു 4-5 ചെറിയ കഷ്ണം ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉലുവ ഒരുപാട് കൂടുതൽ ചേർക്കരുത്, കയ്പ്പ് രസം വരും. ഒരു 3-4 ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുക. ഇത് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയിട്ട് കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഈ മസാലയുടെയൊക്കെ മണം മാറണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഏകദേശം 1/2 മിനിറ്റോ 1 മിനിറ്റോ ഒക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ, എങ്കിലേ അത് മാറത്തുള്ളൂ. ഇതുപോലെ ഇതിന് കളർ കണ്ടോ, ഒന്ന് ചേഞ്ചായി വന്നാണ്ടോ, ആ മസാല ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ആവും. അപ്പോഴേക്കും ആണ് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് ഇതായത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അത് മാറ്റി അവിടെ ഇരിക്കട്ടെ. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പരുവത്തിലാണ് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കിട്ടേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അത് ചൂടൊന്ന് മാറി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പതിയെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. മിക്സിയുടെ ജാറിലേക്ക് ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പുളിയില്ല, അതായത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഞാൻ ഇതുപോലെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ലേ? ഇനി ഇതെന്ന് കുറച്ച് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, എടുത്തിട്ട് നമുക്കതിലൊഴിക്കണം. പുളി ആദ്യം നമുക്ക് കുറച്ചൊഴിച്ചാൽ മതി, പ്രത്യേകം ശ്രദ്ധിക്കണം പുളി കൂടി പോകരുത്.
ഇനി ഇത് അരച്ചതേ പേസ്റ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലോ പാനിലോ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചെറിയ ഉള്ളിയുള്ള 3 അത് ഇതുപോലെ റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ ഒരു 2 3 വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ കടുക് ആദ്യം ഒന്ന് വറുത്ത് എടുക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പം ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. ഫ്ലെയിം ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ കടുക് വറുക്കുമ്പോൾ അടിപൊളി മണമാണല്ലേ, നല്ല അടിപൊളി മണമാണ്. നമ്മൾ ഏത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അതിനെക്കാട്ടിലും ഏറ്റവും മണമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ കടുക് വറുക്കുന്നതാണല്ലേ. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെന്ത നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറവാണോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചൂടുവെള്ളം മാത്രം ഇനി ഒഴിച്ചാൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ലേശം ചൂടുവെള്ളമാണ് ഞാൻ ആ മസാല ഇരുന്ന അതേ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു. പുളി കുറവായതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഒരു 1.5 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ഈ മസാലയും ഇതെല്ലാം നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് അന്നേരം നോക്കണം. അപ്പോൾ അന്നേരം പുളിക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി തിളച്ചിട്ടണം നമുക്ക്. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇതെന്ത് ചെയ്യുന്നറിയോ, ഇതിൻ്റെ ചാറ് കുറുകി വരാനായിട്ട് തുടങ്ങും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് പറയണം സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടോ. നമുക്ക് ദോശ, ഇഡ്ഡലി, ചോറ് എന്തിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാമ്പാറാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ചാറ് കണ്ടോ നന്നായിട്ട് കുറുകി കിട്ടും. അപ്പം നമ്മൾ നല്ല തോരൻ പരിപ്പിട്ട മാതിരിയുള്ള നല്ല രസമുള്ള സാമ്പാർ കിട്ടും. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് തേങ്ങ വറുത്തരച്ച സാമ്പാർ? കിടിലമല്ലേ? ഞാനിത് 2 പ്രാവശ്യം വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നൊരു കാര്യം പ്രത്യേകം പറയാണ്, പുളി ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ടേ. സാധാരണഗതിയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുളി പെട്ടെന്ന് കൂടിപ്പോവും, അപ്പോൾ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് പുളി ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഈ കുക്കിംഗ് ആദ്യം പഠിച്ചു വരുന്നവരാണെങ്കിൽ ആദ്യമേ തന്നെ ഒരുപാട് പുളിയൊന്നും ഒഴിക്കരുത് കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചാലും മതി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ തേങ്ങ വറുത്തരച്ച സാമ്പാറും? അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്, കിടിലമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയാൽ മാത്രം പോരാ, എനിക്ക് കമൻറ്റും ചെയ്യണം. ടാറ്റാ.